നമ്മളെ ഹരിതര കാലുമ്പലത്തെ വേദന മാറി വീണ്ടും കുടിലേക്ക് വന്നിരിക്കുകയാണ്. പയറുമണി പോലെയാണ് ഉള്ളിൽ കിടന്ന് നടക്കുന്നത്. അത് ആ ഒരു ദിവസം 2 ദിവസം ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ അത് മുഴുവനായിട്ട് മാറിപ്പോയി. അതെനിക്ക് പണ്ടും ഉണ്ടാവാറുണ്ട്, തുന്തുരുവനും ഉണ്ടാവാറുണ്ട്. പക്ഷെ ഉണ്ടാവണത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ് വരാറ്, ഇവിടെയാണ് വേദന വരാ. അപ്പം നമ്മൾ നടക്കുമ്പോൾ ഇങ്ങനെ കാലിങ്ങനെ ഇങ്ങനെ ആവില്ലേ, ഇങ്ങനെ ആവുമ്പോൾ ഇവിടെ വേദന എടുക്കും. അപ്പോൾ നമ്മൾ നടക്കുമ്പോൾ ഇങ്ങനെ നടക്കും, അവിടെ എനക്കാണ്ട് അങ്ങനെ ചെയ്യാ. പണ്ടൊക്കെ വരുമ്പോ ആ ഒരു എൻ്റെ ഒരു ഓർമ്മയിൽ ഒരു 8ലോ 9ലോ അങ്ങനെയൊക്കെ പഠിക്കുന്ന ആ ഒരു പ്രായത്തിലൊക്കെ തൊട്ടുണ്ടെന്ന് തോന്നുന്നു എനിക്ക്. അത് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഈ തണുപ്പ് കാലത്തായിരിക്കും വരാറ്. 1-2 ദിവസം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ വേദനയ്ക്ക് പറ്റണ എന്തെങ്കിലും ഓയിൽമെൻ്റ് വല്ല തൈല അങ്ങനത്തെ വല്ലതും പരത്തി ചൂട് പിടിക്കും, അപ്പോൾ അത് മാറിപ്പോവും, പിന്നെ അത് വരില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് ശ്രദ്ധിക്കാറില്ല. പക്ഷെ ഇപ്പോഴാണ് ആദ്യമായിട്ട് എനിക്ക് ഇങ്ങോട്ട് കയറിയിട്ട് ഇവിടെയാണ് സെയിം വേദന, പക്ഷെ സ്ഥാനം മാറി ഇവിടെ ഇട്ട് വന്നു മാത്രം. അത് മാറിപ്പോയി. അപ്പോൾ ചെരുപ്പിട്ടിട്ടാണ് നടക്കണേ, രാത്രി സോക്സ് ഇട്ട് കിടക്കാനൊക്കെ എല്ലാവരും പറയണ്ട. അപ്പം അങ്ങനെ കിടക്കണം. ഇവിടെ ഭയങ്കര തണുപ്പ് കൂടുതലല്ല, അതുകൊണ്ടാണ് എന്താണെന്നറിയില്ല. ഇപ്രാവശ്യം വന്ന വേദനയും ഭയങ്കര കൂടുതലായിരുന്നു. നടക്കുമ്പോൾ മാത്രമല്ല, ഒരിത്തിരി ഇരുന്നാലും അവിടെ ഭയങ്കര വിങ്ങലായിരുന്നു. വേഗം നമുക്ക് കടന്നാലോ കൂട്ടാൻ പണിയിലേക്ക്? പറഞ്ഞിട്ട് കാര്യമില്ല. എന്ത് അല്ലാന്ന് വേദന വരുമ്പോഴൊക്കെ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന്. വേദന ഇപ്പൊ നമുക്ക് വരാലോ. അതിന് കാരണം കണ്ടെത്താന്ന് പറഞ്ഞ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാ. എന്തുട്ടാ ചേട്ടൻ വീഡിയോയില് തുടങ്ങിയ പോക്കറ്റില് തീപ്പെട്ടിട്ട് കിടക്കണു. ഒരു കാര്യം വെറുതെ ഒരു തമാശയൊന്ന് ചിന്തിക്കട്ടെ നമുക്ക്. ഇപ്പൊ ഞാൻ തീപ്പെട്ടി നമ്മള് കത്തിക്കാനാണ് എടുത്തോണ്ടാ. ഇത് ഷിപ്പ് എന്ന് പറഞ്ഞ തീപ്പെട്ടിയാണ്. ഈ തീപ്പെട്ടിയിലെ കൊള്ളി നോക്കിയേ, കണ്ട കുറച്ച് കൊള്ളിയല്ലോ. പണ്ട് കാലത്തേ നമ്മള് ഇങ്ങനത്തെ തീപ്പെട്ടി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ആ തീപ്പെട്ടിയിൽ നിറഞ്ഞ് തേട്ടി അമർത്തിട്ടായിരിക്കും കൊള്ളിയിലുണ്ടാവുക. ശ്രദ്ധിച്ചിട്ടുണ്ടാ? ഇപ്പൊ അളവ് പറഞ്ഞു തീപ്പെട്ടിയുടെ വിലക്ക് മാറ്റില്ലല്ലോ. വിലക്ക് കൂട്ടിയുടെ അപ്പൊ അവര് തീപ്പെട്ടി കൊള്ളിയുടെ എണ്ണം കുറയ്ക്കണു. അതന്നെയാണ് അന്ന് എന്തോരണ്ടായിരുന്നു. പിന്നെ അത് വില കൂട്ടുമ്പോ അതൊരു തന്ത്രമാണ് ആളുകളുടേത്. വില കൂട്ടുമ്പോഴാണ് ആളുകൾ അയ്യോ വില കൂടിയെന്ന് വിചാരിച്ചിട്ട് ആളുകൾ കംപ്ലൈന്റ് പറയും. പക്ഷെ വില തന്നെ ആക്കിയിട്ട് പാക്കറ്റ് അല്ലെങ്കിൽ ആ സാധനത്തിന്റെ ക്വാണ്ടിറ്റി കുറയ്ക്കും. എന്തൊരു കുറവാല. ഇതിപ്പോ പുതിയ തീപ്പെട്ടി എടുത്തതാ, പുത്തൻ തീപ്പെട്ടിയാണ്. ഒരു തീപ്പെട്ടി ഇതിന് പിന്നെ മരുന്നും കുറവാണ്. കണ്ട മരുന്ന് കുറവൊന്നുമില്ല, മരുന്ന് അത്രയൊക്കെ ഉണ്ടായിരുന്നു പണ്ട് കൊറേ. അല്ല ആ കൂട്ടാൻ വയ്ക്കാൻ പോകും, എനിക്ക് വിശക്കുണ്ട്. അപ്പൊ നമ്മൾക്ക് നമ്മുടെ ഈ മരത്തമ്മ ഇരുമ്പമ്പുളി ഉണ്ടായിട്ടില്ല. ഇരുമ്പമ്പുളി ഉണ്ട്. ഇരുമ്പമ്പുളി ഇത് ഉണ്ടായപ്പോ തൊട്ട് ഞാൻ പറഞ്ഞോണ്ടിരുന്നു എനിക്ക് അയില ഇരുമ്പമ്പുളി ഇട്ട് കൂട്ടാൻ കൊതിയായിട്ട് പാടില്ല. എന്നിട്ട് ചേട്ടൻ അന്നോട്ട് അന്വേഷിച്ചു തുടങ്ങിയിട്ട് അയില കിട്ടണ്ടേ. ഇന്ന് അയില കിട്ടി, പക്ഷെ ഒടുക്കത്തെ വിലയാണ്. അയില എന്ന് പറഞ്ഞാൽ അത്ര നല്ല അയിലൊന്നല്ല. അല്ല ഇപ്പൊ മൊത്തത്തിൽ മീന് വില കൂടുതലല്ലേ ട്രോളിംഗ് ആയ കാരണം. ഇരുമ്പമ്പുളി പൊട്ടി 400 അയിലക്ക്. ഇരുമ്പമ്പുളി പൊട്ടിച്ചോ സരിത? ഇരുമ്പമ്പുളി പൊടിക്കുന്നു കേട്ടാ. വലുപ്പായി തുടങ്ങി, എന്നാലും കുഴപ്പമില്ല. കഴിഞ്ഞില്ല, ഇതുള്ള ആകെ പുളി അത്ര മതി സരിത. നോക്കിയാൽ ഇത് ഇത്രയ്ക്ക് അരിയാണ് കണ്ട, 1/2 കിലോ അരിയാണ്. നന്നാക്കി കഴുകിയൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അത്ര ഗംഭീരമായ അയിലൊന്നല്ല, കാരണം ട്രോളിങ് അല്ലേ. അപ്പോൾ അയില കൂട്ടാൻ കഴിക്കാന്നുള്ള മോഹം വന്നപ്പോൾ കുറേ നാളായിട്ടേ നമ്മള് മറ്റേ കോട്ടയം സ്റ്റൈലില്ലേ മീൻ മുളകിട്ടത് അങ്ങനെ വെക്കാറ്. മീൻ കൂട്ടാൻ വെക്കണതേ നാളേരപ്പാൽ ഒഴിച്ച് വെച്ചിട്ടൊക്കെ കുറേ നാളായി. അപ്പം എനിക്ക് ഇരുമ്പമ്പുളി കണ്ടപ്പോൾ തൊട്ട് ഇരുമ്പമ്പുളി ഇട്ടിട്ട് നമ്മുടെ സീമ ചേച്ചി വയ്ക്കും അയില നാളേരപ്പാൽ ഒഴിച്ചിട്ടേ. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ചേച്ചിയുടെ കൂട്ടാൻ. ആ കസേര കുടിയിൽ കിടന്നിടന്ന കസേരയെ അത് കാക്കകൾ ഇവിടെ വന്നിരിക്കും. അവർ വന്നിട്ട് അതിന്മേൽ തൂറും. അപ്പോൾ അത് മഴയിൽ കൊണ്ടുവന്ന് കുതിരാൻ വെച്ചൊക്കെ. അതാണ് അവിടെ കസേര. അപ്പം ആദ്യം തരിയട്ടെ. അപ്പോൾ തീ എത്തിക്കണേ. ഞാൻ ഇരുമ്പമ്പുളി നന്നാക്കി കഴിഞ്ഞിട്ട് തീ എത്തിച്ചാൽ മതിയോ? തീ കത്തിക്കണ മുമ്പ് ഇരുമ്പുളി നന്നാക്കണം. പറയറി അതേ ഭയങ്കര അയ്യോ. അതേ നമ്മളന്ന് ഊട്ടിക്ക് പോകുമ്പോൾ
നമ്മൾ അവിടെ മറ്റേ കിലുക്കത്തിലത്തെ വീട് നമുക്ക് അതിൽ താമസിക്കാൻ പറ്റുമെന്ന് നമ്മൾ പോയി നോക്കിയില്ലേ, ഷൂട്ട് ചെയ്യാൻ പറ്റുന്നൊക്കെ. ഹോട്ടലല്ല അത്? ആ ഹോട്ടലായി. 50,000 രൂപയാ ഒരു ദിവസം. 16,000 രൂപ. 10,000 നമ്മളതില് അതിന് മീതെ. ഇപ്പഴേ ഇപ്പൊ ഇന്നലത്തെ പേപ്പറിൽ കണ്ട മോഹൻലാലിന്റെ വീടില്ലേ, ഊട്ടിയിലൊരു വീടുണ്ട് മോഹൻലാലിന്. അത് നമുക്ക് വേണമെങ്കിൽ താമസിക്കാനായിട്ട് 1 2 ഒരു പകലും ഒരു രാത്രിയും, അല്ല കൊറേ ദിവസം വേണമെങ്കിൽ താമസിക്കാം. ഒരു ദിവസം 37,000 രൂപ. 37,000 ടാക്സ് ഒക്കെ അടക്കവും. അപ്പൊ എന്തൊരു ഇങ്ങനെയാവോ, 2 ബെഡ്റൂമാ 3 ബെഡ്റൂമാ ഉണ്ടായാല് മോഹൻലാലിന്റെ കാരിക്കേച്ചർ തന്നെ 300 ഉണ്ട് ഒരു മോഹൻലാലിന്റെ റൂമിലാണ്. പിന്നെ ഒരു ഷെഫ് ഉണ്ട്, മോഹൻലാലിന് തന്നെ പാചകം ചെയ്തിട്ടുള്ള ഷെഫാണ് നമുക്ക് പാചകം ചെയ്തു തരാം. പിന്നെ എന്തിട്ടേക്കിന് പിന്നെ പ്രണവന്റെ പേരിലും പിന്നെ ഈ മോഹൻലാലിന്റെ മോളുടെ പേരുന്ന വിസ്മയ, അവര് 2 പേരെ പേരിലുള്ള റൂമുകളാണ് ഓരോ റൂമുകള്. മോഹൻലാലിന്റെ ഭാര്യക്ക് റൂമില്ലേ? മോഹൻലാലിൽ കിടക്കുന്ന റൂമിൽ തന്നെ ഭാര്യ കിടക്ക, ഭാര്യക്ക് പ്രത്യേകിച്ച് റൂം. അത് ശരിയാണല്ലോ അല്ലേ? എന്നിട്ട് അപ്പൊ നമുക്ക് പോയിട്ട് വേണമെങ്കിൽ താമസിക്കാന്ന്, ഊട്ടിയിൽ പോകുമ്പോ വേണമെങ്കിൽ താമസിക്കാന്ന്, ഈ 37,000 രൂപ കൊടുത്തിട്ട് താമസിക്കാന്ന്. എന്നിട്ട് ചേട്ടൻ എന്ത് തോന്നുന്നു? ഞാൻ ആലോചിക്കും അവിടെ പോയിട്ട് ഒരു ദിവസം കൊണ്ട് 10 വീഡിയോ ചെയ്യണം മോഹൻലാലിന്റെ വീട്ടില്. അല്ലാണ്ട് ഒരു ദിവസം നമ്മളൊരു വീഡിയോ 10 വീഡിയോ പാചകം അത് ഇതും പിന്നെ അയാളെ മറ്റേ ഷെഫിന്റെ വണ്ടനടി കേട്ടിട്ട് നമ്മള് മരിക്കും. മോഹൻലാലിന്റെ ഒപ്പല്ല ഈ ഷെഫ് കൊറേ കൊല്ലങ്ങളുണ്ടാവും. എത്ര സംസാരിക്കാത്ത ടൈപ്പ് ആണെങ്കിലോ അത് നമ്മള് സംസാരിപ്പിക്കും. 10 കൊല്ലം പഴക്കമുള്ള വീടാണ് അത്. അടിപൊളി വീടാട്ടാ, നല്ല ഭംഗിന്റെ കാണാനായിട്ട്. കൊടൈക്കനാലത്തെ വീട് നമ്മള് കണ്ടതല്ലേ? അത് കണ്ടു, എല്ലാവരും കാണിച്ചു കാണിക്കുകയും ചെയ്തു. പക്ഷെ ഊട്ടിയിൽ പോയപ്പോ നമുക്ക് മോഹൻലാലിന്റെ വീട് കാണിച്ചു തരാൻ പറ്റിയില്ല. ഞങ്ങള് കണ്ടില്ല കേട്ടോ, ഞങ്ങള് കണ്ടാലും ഞങ്ങള് കാണിച്ചു തന്നെ. അതല്ല ഞാൻ ആലോചിക്കുക നമുക്ക് പോയാലോ എന്ന്. ഞാനില്ല, എനിക്ക് ഊട്ടിയിലേക്ക് അന്ന് പോയത് ഓർമ്മ വരും. ഇപ്പൊ പോണ്ട, നമുക്ക് പോയി നോക്കാം. 37,000 കൊടുത്ത് പോകണ്ട, നമുക്ക് വല്ല കഴിവ് കിട്ടുമോ? മോഹൻലാലിനെ വിളിച്ച് പറയും ഞങ്ങള് വീഡിയോ ചെയ്തു തരാം. ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഞങ്ങൾക്ക് ഇത് ചെയ്യണം. മോഹൻലാലിന് ഇപ്പൊ നമ്മുടെ പ്രൊമോഷൻ വേണല്ലോ. എന്തേ നമുക്ക് നോക്കി നോക്കിയാലോന്ന് ഒരു ഐഡിയ. 37,000 രൂപ കൊടുക്കണ്ടേ? എനിക്ക് വലിയ ഇതൊന്നും തോന്നുന്നില്ലേ. എനിക്ക് മറ്റേ വീട് താല്പര്യമുണ്ട്. ഏത്? കിലുക്കത്തിലത്തെ വലിയ വീട്? വലിയ വീടില്ലേ, അങ്ങനെയല്ലേ? മറ്റേ ഗോസ്റ്റ് ഹൗസ് അങ്ങനെ കുറെ പടങ്ങളില്ലേ, കുബേരൻ അതിലൊക്കെ ഉള്ളത്. അവിടെ പോയി താമസിക്കാണെങ്കിലും കാശ് അത് 17,000 കൂടല്ലോ അത്രയുള്ളൂ. അല്ല 17,000 ഉള്ളോന്നല്ല, 17,000 വലിയ എമൗണ്ട് തന്നെയാണ്. പക്ഷെ ഇത് 37,000 കൊടുക്കണ്ട. ഇതിൽ 3 നേരം ഫുഡൊക്കെ കിട്ടും? അത് ബ്രേക്ക്ഫാസ്റ്റ് മാത്രം പാചകം ചെയ്ത് തരുമെന്ന് പറഞ്ഞു. അതിൽ എഴുതിയിട്ടുണ്ട്, കുറെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അതില് ഇതൊക്കെ ഉണ്ട്. ആരെങ്കിലും ഒക്കെ പോയി താമസിച്ചിട്ട് അതിന്റെ അനുഭവം നമ്മളോട് പറയിട്ടാ. നമ്മളെ അതിന്റെ അനുഭവങ്ങള് നിങ്ങൾക്ക് എന്തൊട്ട് തോന്നിയെന്നൊക്കെ പറയാം. റിവ്യൂ കമന്റ് ഇട്ടോളോ. അപ്പൊ ആ സരിത ഇരുമ്പം പൊടി നന്നായി ഞാൻ തീ കത്തിക്കാറായ തീ കത്തിച്ച് കനലാക്കിടാന്ന്. അല്ലെന്ന് കനലാക്കിടാന്ന്. അത് നനഞ്ഞെടുക്കണ കാലാവസ്ഥയാണിപ്പോ. കത്തിച്ചിടാന്ന്. അല്ല ഞാൻ വെറുതെ വർത്താനം. അല്ല കുഴപ്പമില്ല, ഇനി ഉള്ളിയും ചതക്കിയാ വേണ്ടോ? ഉള്ളിയും ചതച്ച് കഴിഞ്ഞത് അടപ്പത്ത് വെക്കാം. അപ്പൊ ഞാൻ കത്തിച്ചിട്ട് നാളെ പാല് പിടിയാം. ഓക്കെ. പണ്ടേ സ്കൂളിൽ പഠിക്കുമ്പോൾ ഉച്ചക്കിലേക്ക് മീൻ കൂട്ടാനാ വെക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇതിലേക്കുള്ള നാളികേരവും എല്ലാതും മിളകും നാളികേരം അരയ്ക്കാമെന്ന് പറയാം. മിളകും നാളികേരവും അരച്ച് വെച്ചിട്ടാണ് ഞാൻ സ്കൂളിൽ പോവുക. സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിലേക്കായാലും പിന്നെ പോളിയിൽ പഠിക്കുമ്പോഴായാലൊക്കെ. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയും വിളിക്ക് ഇങ്ങനെ ചിലപ്പോൾ ഇവിടേക്ക് ചെപ്പൊന്നും കൊണ്ടുവരില്ല. ആ നാളികേരം എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ നാളികേരത്തിൻ്റെ സൈഡിൽ ഇടും. നാളികേരപ്പാൽ പിഴിഞ്ഞിട്ടല്ല കൂട്ടാൻ വെച്ചോടണം, അന്ന് നാളികേരം അരച്ചിട്ടാണ് വെച്ചോടണം. കുറേ കൂട്ടാൻ വേണം.
അംഗങ്ങളും ഉണ്ട്. അംഗങ്ങൾ അങ്ങനെ അധികം ഇല്ല കേട്ടോ. അച്ചാച്ചനും അമ്മാമ്മയും ഞാനും അച്ഛനും അമ്മയും തുന്തുരും 6 പേരുള്ളൂ. പക്ഷെ കൂട്ടാനും ഒരു ലോഡ് വയ്ക്കും. അത് കഴിയും ചെയ്യും. വൈകുന്നേരം വിളിക്കും. ഇവിടെ തിരിച്ചാ ഞങ്ങളുടെ അവിടെ കൂട്ടാൻ കുറവും ചോറ് ഇഷ്ടം പോലെ ഉണ്ടാവും. കാരണം വെച്ച് കഴിഞ്ഞാൽ നിന്റെ ഈ സരിതയുടെ വീട്ടില് ഈ റേഷനരി ആയിരിക്കില്ല കൂടുതൽ. റേഷനരി കൂടുതലല്ല, റേഷനരിയാണ്. ഇവിടെ എന്ന് പറയുന്നത് ഈ കുത്തരിയാണ്. നമുക്ക് പാടം നെൽകൃഷി ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് 400 പറ നെല്ല് 400 പറ നെല്ല് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 400-450 പറ നെല്ല് നമുക്ക് ഒരു കൊല്ലത്തിൽ കിട്ടും. അപ്പോൾ അത് മുഴുവൻ കുത്തി ചോറാക്കിയിട്ട് അതിന് കൂട്ടാൻ അധികം വേണ്ടാന്ന് അങ്ങനെ പറഞ്ഞാൽ മതി. നെല്ലുത്തരിയാണ് ഇവിടെ വീട്ടിൽ. അപ്പൊ കൂട്ടാൻ അധികം വേണ്ടാന്ന് പറഞ്ഞാൽ പോരെ. 400 പറഞ്ഞാൽ നെല്ല് എന്നൊക്കെ എന്തിനാ പറയാൻ നിക്കണ്? അല്ല അതിന്റെ ഇടയില് പോസ്റ്ററല്ല ഞാൻ പറയുന്നത്. നമുക്ക് ഈ ഫുൾ ടൈം നമുക്ക് ഈ കിട്ടും പറയുന്ന നെല്ല്. അപ്പൊ ഞങ്ങൾക്ക് അങ്ങനെ, ഞങ്ങൾ പാവങ്ങളാ ആയിരുന്നു പണ്ടും ഇപ്പോഴും പാവങ്ങൾ തന്നെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് കൂട്ടാനിലേക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി. പണ്ട് അമ്മയൊക്കെ പറയും, അമ്മയൊക്കെ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് മല്ലി മുളകാണ് അരയ്ക്കുക കൂട്ടാനിലേക്ക്. പക്ഷെ നിനക്ക് ഇതല്ല ചെയ്യണ്ടോ എന്ന് പറയും. ഇവിടെയും അമ്മ അരയ്ക്കുമ്പോ അല്ല മുഴുവൻ മല്ലി അരയ്ക്കുക. പിന്നെ മല്ലിപ്പൊടി പിന്നെ മഞ്ഞൾപ്പൊടി. അമ്മ പച്ചമഞ്ഞളുടെ കഷ്ണമാണ് അരയ്ക്കുക കേട്ടാ. പച്ചമഞ്ഞളുടെ കഷ്ണം ഇത് അരയ്ക്കും അമ്മീമ. പൊടിയായാലും ഒന്ന് അരയ്ക്കും. നല്ല വെള്ളം കൂടി എടുക്കും. ജഗ്ഗിൽ വെള്ളം കൊണ്ടുണ്ടായിരുന്നു. ഉണക്കമഞ്ഞളാട്ടെ സരിത അരയ്ക്കുക അമ്മ. പച്ചമഞ്ഞളല്ല. മഞ്ഞളുടെ ഒരു കഷ്ണം ഉണ്ടാവും. അത് കുത്തിയായിട്ട് ചതയ്ക്കും. അത് മിക്സ് ആക്കണു അല്ലേ? അത് മിക്സ് ആക്കിയിട്ട് അത് നാളികേരത്തിൽ കൂടി തന്നെയായിട്ട് ഇട്ട് തരാം. ഇതിപ്പോൾ ഞാൻ നാളികേര പാല് പിഴിയണ കാരണം കൊണ്ടാണ് ഞാൻ പൊടി മാത്രം ഈ അമ്മീമിലേക്ക് ഇട്ടത്. അല്ലെങ്കിൽ ഞാൻ നാളികേരത്തിൽ കൂടി ഇട്ട് അരച്ചേനെ. ഉണക്കമീനൊക്കെ വെക്കുമ്പോൾ ഇപ്പോഴും നാളികേരം അരയ്ക്കുക തന്നെയാണ് ചെയ്യണം. എന്താണ് പിന്നിൽ വന്ന് നിൽക്കണ്ടല്ലോ? എന്തെങ്കിലും കണ്ടാ ചാർലി? ഏയ് 2-3 ദിവസം മഴയിട്ടേ വെയിൽ ഉദിച്ചപ്പോൾ വെയിലത്ത് നിൽക്കാൻ നല്ല സുഖം. കുറച്ച് ചാർലി ഇമ്രാനും വന്നിട്ടുണ്ട്. എന്നെക്കാളും നല്ല സ്പീഡിൽ ചേട്ടൻ അരക്കുന്നുണ്ട്. അത് കാരണം എന്തുകൊണ്ട് ചേട്ടൻ അരച്ചാൽ മതി എന്ന് കമന്റ് ഉണ്ട് കേട്ടാ. ഞാൻ അരക്കാറി വേണ്ട, എനിക്ക് അരയ്ക്കാൻ നല്ല ഇഷ്ടമാണ്. എനിക്കിഷ്ടമുള്ള പണികൾ എനിക്ക് ചേട്ടൻ ചെയ്യണത് ഇഷ്ടമില്ല. ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ മീൻ നന്നാക്ക, പിന്നെ നാളികേരം ചെരുക, ഇതൊക്കെയാണ് എനിക്കിഷ്ടമില്ലാത്ത പണികൾ. അതാണ് ഈ ചേട്ടൻ നല്ല ഇഷ്ടം ചെയ്യാൻ അല്ലേ? എനിക്കെല്ലാം ഇഷ്ടം തന്നെയാണ്. എനിക്കിപ്പോൾ ഇന്നത് ഇഷ്ടമില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഒക്കെ ഇഷ്ടം തന്നെ. വല്ലാതെ ഇഷ്ടമൊന്നുമില്ല. പാത്രം കഴുകാനൊന്നും ഇഷ്ടമില്ലല്ലോ. വീട് വൃത്തിയാക്കല്, പാത്രം കഴുകല്, അങ്ങനത്തെ പണികളൊന്നും ചേട്ടൻ അത് ചെയ്തു തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ മനുഷ്യനെ ചെയ്യാണ്ട് പറ്റുമോ? കാരണം 1 കൊല്ലം ഞാൻ ജഗ്ഗുനെ പ്രസവമായിട്ട് പോയിട്ട് വന്നിട്ടുള്ള വീടിന്റെ അവസ്ഥയെ. നീ വരുമ്പോ പുതിയ വീടായിരുന്നു. അടിയിലെ പണിയൊക്കെ കഴിഞ്ഞ് നല്ല കർട്ടനാക്കി ഇട്ടിട്ട് നല്ല ഭംഗിയില്ല നടന്നേ. കുത്തം പോലെ നടന്നേ. ഭംഗിയെ ചേട്ടൻ കിടന്നുടന്ന കിടക്കി തലോണി കണ്ടാ മതി. ആ 1 കൊല്ലം എങ്ങനെ ആ പില്ലോ കവറും ബെഡ്ഷീറ്റ് മാറ്റാണ്ടേ. ഞാൻ അത് കളഞ്ഞു കൊണ്ടേ കത്തിച്ച് കളഞ്ഞു. അതൊന്നും കഴുകിയെടുക്കാൻ പോലും പറ്റില്ല. അതുപോലത്തെ അവസ്ഥയായി. എങ്ങനെ അതുമ്പോ തലവെച്ച് കിടന്നുടന്നാവോ? സത്യമായിട്ടും ഞാൻ നോണ പറയില്ല. നിങ്ങൾക്ക് ചേട്ടനിപ്പൊ അങ്ങനെയൊന്നും ശ്രദ്ധിക്കില്ല. അതുകൊണ്ടാണ് കേട്ടാ. അല്ലാണ്ടൊന്നല്ല, ആളതൊന്നും ശ്രദ്ധിക്കില്ല. ഇത് ഉറക്കം വന്നത് ഇവിടെയും കിടന്നുറങ്ങും ആള്. ആ നാടകത്തിന് പോയിട്ട് കണ്ടില്ലേ അവിടെ കിടന്നുറങ്ങുന്നു. പിന്നെ സ്ഥലം ഒന്നുമില്ല. അത് അടിപൊളി സ്ഥല. നാടകത്തിന് പോയിട്ട് ഞാൻ കിടന്നുറങ്ങില്ലേ? അത് അടിപൊളി സ്ഥല. വെള്ളം വെയിലും ഉണ്ട്. സരിത അരക്കിന് ഭയങ്കര ചൂടാ. മഴ പെയ്തിട്ട് നമ്മള് വെയില് ആയി കഴിഞ്ഞിട്ടില്ലേ ഒടുക്കത്തെ ചൂടാ. ഞാൻ ഇപ്പം തൃശ്ശൂർക്ക് പോയിട്ട് വരുമ്പോഴേ കോസായി കയറ്റം കയറോട് ഒരു മഴ പെയ്തു. ആ കുരീച്ചറ വരെ നമുക്ക് റോഡ് കാണില്ല. കോട്ടിട്ടുണ്ടായിരുന്നു. ചാലക്ക് എന്താ ബ്രോ ഇമ്രാനേ
ഇമ്രാനെ ഈ ചാർലി ഒരു സാധനം കൊടുക്കില്ല ഇമ്രാന്. അതെ എന്നിട്ട് തിന്നണത് മുഴുവൻ ഇമ്രാനാന്ന് മാത്രം. ഇതിലേക്ക് ഇനി ഉള്ളി ഇഞ്ചിയും ചതയ്ക്കണം. അത് ചതയ്ക്കാട്ടാ. ഇനി ഇഞ്ചി. നല്ല വെയിലുണ്ട്. നിനക്ക് ചൂടെടുക്കണ്ട? ആ അരച്ചിതാക്കൊന്നും വേണ്ടാട്ടാ, നന്നായി ചതച്ചാ മതി. വേപ്പിന്റെ ഇല പൊട്ടിച്ചോട്ടെ ചേട്ടാ. ഓക്കെ, ആ പരിപാടി കഴിഞ്ഞു. ഇനി നാളികേരപ്പാലാണ് എടുക്കണ്ടേ. നാളികേരപ്പാൽ അകത്ത് പോയിട്ട് എടുത്താൽ മതിയാ? അതിവിടെ അരച്ചിട്ട് എടുക്കണോ? വെയിൽ കൊണ്ട് ഞാൻ അരക്കേണ്ടി വരും. ചേട്ടന്റെ പ്രിയതമ ഇങ്ങനെ വെയിൽ കൊണ്ട് വാടുന്നതിൽ ചേട്ടന് ബുദ്ധിമുട്ടുണ്ടോ? നീ അവിടെ പോയിട്ട് അടുക്കളയിൽ പോയിട്ട് എടുത്ത് കൊണ്ടുവന്നാ മതിയാ. അല്ല വേപ്പില. നമ്മുടെ അയില കഴുകി വൃത്തിയാക്കിയ അയില, അതിലേക്ക് നമ്മൾ അരച്ച് മുളകും മല്ലി മഞ്ഞപ്പൊടി പിന്നെ ഇഞ്ചി ഉള്ളി ചതച്ചതൊക്കെ ഇതിലുണ്ട് കേട്ടാ. പച്ചമുളക് അരിഞ്ഞതിട്ടു, പുളി നീളത്തിൽ അരിഞ്ഞതിട്ടു. പുളി എന്തോരം ഉണ്ടാവും അറിയില്ല. പിന്നെ ഇടേണ്ടതാണ് വേപ്പിൻ്റെ ഇല. വേപ്പിൻ്റെ ഇലയൊക്കെ ഞാൻ കണ്ടേക്കണത് അങ്ങനെ ഇടണതാട്ടാ, ഈ തണ്ടടക്കം. ഉപ്പിടണം കേട്ടാ. ഉപ്പിട്ടു. ലേശം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട്, ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതൊക്കെ കൂട്ടിയിട്ടൊന്ന് തിരുമ്പാം. ഇത് അടിപൊളി നാടൻ കൂട്ടാൻ കേട്ടാ. നമ്മുടെ പനമുക്കിലത്തെ അമ്മായി പറയും ഇതിങ്ങനെ ആക്കിയിട്ട് പൊട്ടി കുറേ സമയം വെക്കണം എന്ന് പറയും. നമ്മൾ വെക്കണമൊന്നുമില്ല, കുറച്ച് വെള്ളം ഒഴിച്ചിട്ടേ വേണ്ട. ഇത്തിരി വെള്ളം ഒഴിക്കില്ലേ? കുറച്ച് വെള്ളം ഒഴിക്കില്ലോ കേട്ടാ. നമുക്ക് നാളിരം പാല് പിഴിഞ്ഞ് കൊണ്ടുവരാണ്ട്. മതി 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 മതി. നമുക്കിത് അടപ്പത്ത് വയ്ക്കാം. നല്ല മണം വരുന്നുണ്ട് കേട്ടാ. ഇനി ഇത് അടപ്പത്ത് വയ്ക്കാം. തീ ഞാൻ കത്തിച്ചിട്ടുണ്ട്. ഇതേ വെച്ചു. നാളികേരം ഞാൻ ചെരിയ കൊണ്ടുവന്നിട്ട് സരിത ഇവിടെ അരയ്ക്കാന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നത്, അരച്ചിട്ട് പിഴിയാന്ന് പറഞ്ഞു. നല്ല വെയില്. ആ അപ്പൊ നീ മിക്സിയിൽ കൊണ്ടുപോയിട്ട് അരച്ചിട്ട് വരും കേട്ടാ. അരച്ചിട്ടല്ല, നാളികേരം പാല് പിഴിഞ്ഞിട്ട് കൊണ്ടുവന്നു. ഓക്കെ, ഇവിടെ അരയ്ക്കണം വേണ്ട അല്ലേ? ഞാൻ ഇതിൻ്റെ 1-ാം പാലും 2-ാം പാലും എടുത്തിട്ട് വരാം. സാധാരണ ഇതെന്തൊട്ട് ചെയ്യാന്നിട്ടുണ്ടെങ്കിൽ 2-ാം പാലും 3-ാം പാലും കൂട്ടി ചേർത്തിട്ട് അതിലാണ് അടപ്പത്ത് വയ്ക്കുക. എന്നിട്ട് ലാസ്റ്റ് ഇറക്കേണ്ട സമയത്ത് 1-ാം പാൽ ഒഴിക്കും. 1-ാം പാൽ ഒഴിച്ച് തിളയ്ക്കണതിൽ മുന്നേ ഇറക്കും. അങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്യണതുണ്ട്. പക്ഷേ നമ്മൾ ചെയ്യാറ് എല്ലാ പാലും കൂടിയിട്ട് ഒരുമിച്ച് എടുത്തിട്ട് അതിൽ ഉണ്ടാക്കുക ചെയ്യും. സരിത തിളവൻ തുടങ്ങി. വാ, ഇത് 1-ാം പാലും 2-ാം പാലും. അവിടെ നിന്ന് പാലെടുത്ത് കൊണ്ടുവരാണെങ്കിൽ പാലിൽ തന്നെ വെച്ചാൽ മതിയായിരുന്നു കേട്ടോ, വെള്ളം ഒഴിക്കണ്ടായിരുന്നു. ഇല്ല, നേരി വെള്ളമല്ലേ ഉള്ളോ. പട്ട വീണത് അവിടെ പട്ട വീണത് കൂട്ടാൻ അല്ല നാളെ ഒക്കെ പോവും. അടിപൊളിയായിട്ട് തീയതില്ലേ കേട്ടാ. അത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ, എന്നിട്ട് ഈ നാളികേരപ്പാൽ ഒഴിക്കാം. ഓക്കെ. ആ കണ്ട തിളവൻ തുടങ്ങി. ഞാൻ ഈ പാല് കൊണ്ടുവന്നത് ഇതിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ. ഇഷ്ടം പോലെ ഉണ്ട് പാല്. ഇളക്കി. അടിപൊളി. അതുകൊണ്ട് ഒഴിച്ചോ. വെള്ളം പോലെയാവോ കൂട്ടാൻ? അല്ല, ഇത്രയ്ക്ക് നാളികേരം പാല് എന്തിനാ ഉണ്ടാക്കിയേ? അതോ നാളികേരത്തിന്റെ മുഴുവൻ പാലും എടുത്തു. 1-ാം പാലും 2-ാം പാലും കുഴപ്പമില്ല. ഇതിലുണ്ടായിരുന്നില്ലേ വെള്ളം? അത് ഇത്തിരി വെള്ളമല്ലേ ഉള്ളോ. അപ്പോൾ ഇനി തിളക്കട്ടെ കേട്ടാ. അപ്പോൾ കൂട്ടാൻ തിളയ്ക്കുന്നതിന് മുമ്പ് നമ്മൾ ഒരു കാര്യം, നമ്മുടെ ഈ ഉണക്കയിലാര വീഡിയോ ഷോർട്സ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് 35 ലക്ഷം പേര് കണ്ടു. അപ്പോൾ അതിൽ കുറേ കമൻറ്റുകളുണ്ട്. ഈ ഉണക്കയില വെക്കുന്നത് കണ്ടു, ഇനി അതുപോലെ
ഈ മറ്റേ മാന്തൾ, മുള്ളൻ ഇതൊക്കെ ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ എനിക്ക് ഇന്ന് തൃശ്ശൂർ പോയപ്പോൾ മുള്ളൻ കിട്ടിയിട്ടാ. ഇത് വളരെ സിമ്പിളായിട്ടുള്ള പരിപാടി. മുള്ളൻ അത്ര ഗംഭീര മുള്ളനൊന്നല്ല, പണ്ടത്തെ ടൈപ്പ് മുള്ളനല്ല. അപ്പോൾ ഇത് നമുക്ക് ഇടുന്നത് നമുക്കിത് കാണിക്കാം. ഇനി അത് കഴുകട്ടെ. മുള്ളൻ ഉണ്ടാക്കുന്ന വിധം അപ്പോൾ ഇത് കഴുകട്ടെ. ആദ്യം വെറുതെ ഒന്ന് കഴുകുക വേണ്ടോ? എല്ലാം നന്നായിട്ട് കഴുകണം. ഇത് പണ്ടത്തെ ടൈപ്പ് മുള്ളനല്ലേ സരിതേ? പണ്ടത്തെ ഈ ടൈപ്പ് മുള്ളൻ കണ്ട, ഇത് ഇത്തിരി നീളം കൂടുതലല്ലേ മുള്ളനല്ലേ? കണ്ടാ നോക്കിയേ, പണ്ടത്തെ ഒരു ഇത്തിരി കൂടി ഉയരം കൂടിയിട്ടുള്ള മുള്ളനല്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടാ? എന്താ ഇമ്രാനെ, നിനക്കുള്ളത് നല്ലത് ഇതായില്ല. നമ്മൾ ഇത് കഴുകി കൊണ്ടുവന്നു കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് 2 സാധനങ്ങളാണ് വേണ്ടത്. ഒരു ഫുഡ് ഗ്രേഡിൻ്റെ പാത്രം. പ്ലാസ്റ്റിക് ആയാലും കുഴപ്പമില്ല, ചില്ലിൻ്റെ ആയാലും കുഴപ്പമില്ല, ഫുഡ് ഗ്രേഡിൻ്റെ ആയിരിക്കുന്നു മാത്രം. സ്റ്റീൽ പാത്രത്തിലും ചെയ്യരുത്. പിന്നെ ഉപ്പ്, കല്ലുപ്പാണ് വേണ്ട കേട്ടോ. കല്ലുപ്പ് ഒരിക്കലും പൊടിപ്പിൽ ചെയ്യരുത്. പിന്നെ നമ്മൾ ഈ പാത്രം തുറന്നിട്ട് ഇതിനടിയിൽ നോക്കിയേ ഉപ്പ് വിതറണം. ഒരു നിരപ്പ് ഉപ്പിടാം. ഇത് വളരെ ഭയങ്കര എളുപ്പമുള്ള പണിയാണ്. പിന്നെ നമ്മൾ ഇത്ര എളുപ്പമായിരുന്നു അല്ലേ? പോൾസും ചേട്ടൻ പറഞ്ഞിട്ടുള്ള നമുക്ക് ഇങ്ങനെ വെക്കുക. മീൻകാരൻ ഒരു നരപ്പാണ്ട് വെക്കണം കേട്ടോ നമ്മള്. ശരിയാ, പണ്ടത്തെ മുള്ളനെ ഇത്തിരി പരന്ന് ഇത്തിരി കഴുമ്പ് കുറഞ്ഞിട്ടുള്ള മുള്ളനായിരുന്നു. ഇത് നീളത്തിലുള്ള മുള്ളൻ അല്ലേ? ആ മുള്ളൻ നാമാവശ്യം. ആ മുള്ളന്റെ പ്രത്യേകത എന്നിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് സരിത? അത് അതിന്റെ പ്രത്യേകതയുണ്ട്. ആ സാധനം കഴുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളിയില് നല്ല കണ്ണം ചിപ്പിക്കുന്ന വെള്ളി അത് തിളങ്ങണ പോലെ ഇരിക്കും. ഇപ്പോഴത്തെ മുള്ളനെ ആ തിളക്കല്ല. ഇപ്പം ഈ ഒരു നിരപ്പ് വെച്ചു. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേ അതിൻ്റെ മീതെ ഉപ്പ് വിതറണം കേട്ടോ. അതിൻ്റെ മീതെ ഉപ്പിൽ പോരായ്മ വരത്തരുത്. കുറച്ചുകൂടി ഉപ്പിട്ട് കേട്ടോ. അല്ല, ഇനി മീതെ വരും. എന്നിട്ട് നമ്മൾ വീണ്ടും വെക്കണം. അതിൻ്റെ മീതെ വെക്കണു. ഈ പാത്രത്തിൽ കൊള്ളില്ല ചേട്ടാ. ബാക്കി നമുക്ക് വേണമെങ്കിൽ വറക്കാം. നിരത്താം. അടക്കടക്കായിട്ടുണ്ട് വെക്കുക. ഇങ്ങനെ ഉപ്പിട്ട് വയ്ക്കണ പണി ഞാനാട്ടാ ചെയ്യാറ് സാധാരണഗതിയിൽ. അത് വെക്കാൻ പറ്റില്ല കേട്ടോ. അല്ലെങ്കിൽ അത് ഇങ്ങനെ വെക്കേണ്ടി വരും. ഉപ്പ് ഇടയിൽ 2 മീനുകളുടെ ഇടയിൽ ഉപ്പ് വേണം. ഇനി വീണ്ടും ഉപ്പ് വിതറ. അങ്ങനെ നിരത്താം. കുറച്ചുകൂടി ഉപ്പ് എടുക്കാം. കുറച്ചുകൂടി ഉപ്പ് വേണം. ലാസ്റ്റ് ആയിട്ടാ കറക്റ്റ് കൊണ്ടുല്ലേ. ഇതിൻ്റെ മീതെ നമ്മൾ ഉപ്പ് ഇടുന്നു. ഉപ്പ് ഇത്തിരി കൂടുതലായാലും കുഴപ്പമില്ല ചേട്ടാ, കുറയാണ്ടിരുന്നാൽ മതി. എന്നിട്ട് നമ്മളിത് മൂടി വയ്ക്കണം. കിഴിയില്ലേ? മൂടി വയ്ക്കണു. മൂടി നേരെ ഫ്രിഡ്ജിൽ വെക്കുക. ഈ സാധനം നേരെ ഫ്രീസറിൽ വെക്കാൻ പാടില്ല. എന്നിട്ട് പിന്നെ നാളെ എടുക്കാം. നാളെ ആകുമ്പോൾ ഇതിന്റെ അടിയിൽ ഇത്തിരി വെള്ളം വരും. ഇതിന്റെ ഒപ്പത്തിന് വെള്ളം ഉണ്ടാവും. അപ്പൊ വെള്ളം നമ്മൾ ഇങ്ങനെ ഊറ്റിക്കളയാം. ഫ്രിഡ്ജിൽ തന്നെ വെക്കാം. പിറ്റേ ദിവസം വെള്ളം ഇത്തിരി ഉണ്ടാവും, അത് ഊറ്റിക്കളയാ. മൂന്നാമത്തെ വരുന്ന വെള്ളം അങ്ങനെ ഊറ്റിക്കളയാം. അപ്പൊ 3-4 ദിവസം ആകുമ്പോഴേക്കും ഉണക്കമീനായി മാറിയിട്ടുണ്ടാവും. നാളെ കഴിഞ്ഞ് മറ്റന്നാളൊക്കെ ആകുമ്പോഴേക്കും തന്നെ ഇത് എടുത്തിട്ട് നമുക്ക് വറക്കാം. ശരിക്കും ഉണക്കമീന്റെ ടേസ്റ്റ് തന്നെ ഉണ്ടാവും. അടിപൊളി ഉണ്ടാവും. നല്ല ടേസ്റ്റ് ഉണ്ടാവും. നല്ല വൃത്തിയുള്ള കിട്ടില്ല നമുക്ക്. പിന്നെ പ്രവാസി എന്നിട്ട് കമന്റ് ഇടില്ലേ ആള് ഇന്നലത്തെ വീഡിയോയിൽ ഇട്ടേക്കല്ലേ? ഇന്നലത്തെ മിന്നാത്തല്ല നമ്മൾ ഉണക്കമീനെ കുറിച്ച് പറയണ്ട. ഉണക്കമീനെ കുറിച്ചിട്ട് പറയണ്ട ഇന്നലത്തെ മിന്നാത്തെ വീഡിയോയില്. കാരണം അതിലാണ് ഉണക്ക മാന്തള്. മാന്തള് ചുട്ടരച്ച് ചമ്മന്തി ഉണ്ടാക്കില്ലേ?
അതില് നമ്മൾ ഉണ്ടാക്കിയ മാന്തളാന്ന് പറയണില്ലേ, അതിൽ കുറച്ച് പേര് കമന്റ് ഇട്ടിട്ടുണ്ട് മാന്തള് ഉണക്ക മാന്തള് വീട്ടിലുണ്ടാക്കണത് കാണിക്കൂന്ന്. അപ്പൊ ഇതന്നെ ഉള്ളതിന് പകരം മാന്തളാണെങ്കിൽ ഇതുപോലെ തന്നെ നന്നായി കഴുകുക. മാന്തളുടെ തൊലി ഒന്നും കളയണ്ട, നന്നായിട്ട് കഴുകുക. കുറെ കറുപ്പ് വെള്ളം പോവും. അത് പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതുപോലെ ഉപ്പ് ഒരു നിരപ്പിടുക, മാന്തൾ ഇങ്ങനെ നിരത്തി വെക്കുക, മേലെ ഉപ്പ് വീണ്ടും ഇടുക, അങ്ങനെ അങ്ങനെ ഇട്ട് എത്ര നാള് പിന്നെ ഈ വെള്ളം കംപ്ലീറ്റ് ഊറ്റി കളഞ്ഞ പിന്നെ എത്ര നാള് വേണമെങ്കിലും ഫ്രിഡ്ജിലിരിക്കും. നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ നിന്നിട്ടേ ഒരു പ്രവാസി എന്ന് പറയണ ഒരു പ്രവാസി എന്നിട്ട് കമന്റ് ഇടാറില്ലേ, ആള് ഇട്ടിട്ടുണ്ട്. ആള് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ മാന്തൾ ഇങ്ങനത്തെ മീനൊക്കെ വാങ്ങിയിട്ട് വെറുതെ പാത്രത്തിലായിട്ട് ഉപ്പൊന്നും ഇടാണ്ട് ഫ്രീസറിൽ വയ്ക്കുന്നു. അപ്പൊ കുറച്ച് ദിവസം കഴിയുമ്പോ അത് ഉണക്കമീൻ്റെ ടേസ്റ്റ് ആവും. അതെങ്ങനെയാന്ന് മനസ്സിലാവുള്ളേ. ഉപ്പിടാണ്ട് ഉണക്കമീനാവില്ല. അപ്പൊ നമുക്കത് ഫ്രിഡ്ജിൽ കൊണ്ടു വയ്ക്കാം. ഫ്രീസറിൽ ഇരുന്ന് കുറെ ചുപ്പി ചുളിഞ്ഞ് എങ്ങനെ ആവണതാണ് ആവനി. ഫ്രിഡ്ജിലിരുന്നാലും ഉണങ്ങില്ലേ വെള്ളമൊക്കെ വറ്റിയിട്ട്. അപ്പൊ നമ്മുടെ മീൻ കൂട്ടാൻ തിളച്ചു തുടങ്ങിട്ടാ. സെന്ററിൽ മാത്രം തിളക്കണുള്ളൂ. അപ്പൊ ഇതൊന്ന് ഇളക്കിയിടട്ടെ. ഇങ്ങനെ മഞ്ഞ കളറിൽ ഇരിക്കും നമ്മുടെ കൂട്ടാൻ. ഇഷ്ടം പോലെ ചാറുണ്ട് നമുക്ക്. നന്നായി തിളക്കിണ്ട് കേട്ടാ കൂട്ടാൻ. ചാറ് നന്നായിട്ടുണ്ടാവും ഇതില്. അതായത് കുടുംബങ്ങളല്ലേ, വലിയ കുടുംബങ്ങളിലേക്ക് കണ്ടമാനം ചാറ് വേണമല്ലോ. കഷ്ണം നമ്മള് മറ്റേ ആദ്യമേ തന്നെ വെള്ളത്തിൽ വെക്കാണ്ടേ നാളികേരപ്പാലിൽ തന്നെ വെച്ചെങ്കിൽ നല്ല ഇത്രയ്ക്ക് വെള്ളം പോലെ ആവില്ല ചേട്ടാ. പക്ഷെ അല്ല ചേട്ടന് ഇങ്ങനെ വെള്ളം പോലത്തെ കൂട്ടാൻ ഇഷ്ടം. അപ്പം അല്ല ചേട്ടൻ്റെ അവിടെ ഇതുപോലെ ചേച്ചി വെക്കുമ്പോൾ ഇങ്ങനെ വെള്ളം പോലെ ഇരിക്കുക. പക്ഷെ എനിക്കത് നല്ല ഇഷ്ടമാണ് ആ കൂട്ടാൻ. അയില ഇരുമ്പുള്ളി ഇട്ടിട്ടേ ചേച്ചി ഇടയ്ക്കിടയ്ക്ക് ഇരുമ്പുള്ളി അന്വേഷിച്ച് വരും ഈ ഇങ്ങനത്തെ കൂട്ടാൻ വയ്ക്കാനായിട്ട്. ചാളി അയിലേക്ക് കിട്ടി കഴിഞ്ഞാൽ ചേച്ചിക്ക് ഇരുമ്പുള്ളി ഉണ്ടോ എന്ന് ചോദിച്ചു വരും ചേച്ചി. ഇരുമ്പുളി കുറവാട്ടാ, കുറച്ചും കൂടി വേണ്ടതായിരുന്നു. ഇള്ളാണ്ട് ഒപ്പിക്കാം നമുക്ക്. ഇനി അത് കുറച്ചാണ്ടായി കഴിഞ്ഞാൽ വെളിച്ചെണ്ണ തെളിഞ്ഞാൽ നമുക്ക് കാച്ചാം. പുലയനാർമണിയമ്മ പൂമുല്ലക്കാവിലമ്മ കലമാൻ്റെ മിഴിയുള്ള കളിത്തത്തമ്മ. പുലയനാർമണിയമ്മ പൂമുല്ലക്കാവിലമ്മ കലമാൻ്റെ മിഴിയുള്ള കളിത്തത്തമ്മ. ആളിമാരുത്തുകൂടി ആമ്പൽപ്പൂക്കടവിങ്കൽ ആയില്യപ്പൂനിലാവിൽ കുളിക്കാൻ പോയി. പുലയനാർമണിയമ്മ പൂമുല്ലക്കാവിലമ്മ കലമാൻ്റെ മിഴിയുള്ള കളിത്തത്തമ്മ. അരളികൾ പൂക്കുന്ന കരയിലപ്പോൾ നിന്ന മലവേട ചെറുക്കൻ്റെ മനം തുടിച്ചു. അരളികൾ പൂക്കുന്ന കരയിലപ്പോൾ നിന്ന മലവേട ചെറുക്കൻ്റെ മനം തുടിച്ചു. അവളുടെ പാട്ടിൻ്റെ ലഹരിയിൽ അവൻ മുങ്ങി. അവളുടെ പാട്ടിൻ്റെ ലഹരിയിൽ അവൻ മുങ്ങി. ഇളം കാറ്റിലിളകുന്ന വള്ളി പോലെ പുലയനാർ മണിയമ്മ പൂമുല്ലക്കാവിലമ്മ കലമാൻ്റെ മിഴിയുള്ള കളിത്തത്തമ്മ. കാച്ചാനായിട്ടുള്ള ഉള്ളിയാട്ടാ. കറുപ്പ് കിളിയല്ലേ ചേട്ടാ, അതായത് ഇങ്ങനെ വാലിങ്ങനെ നീണ്ടിട്ട് അറ്റത്തൊരു തൂവല് വരും. ആ കിളിയാ അല്ല അല്ലേ? അത് കണ്ടു, പക്ഷെ സൗണ്ട് ഉണ്ടാക്കണ പൊന്മാനല്ല. ആണോ?
പൊന്മാന ആ എന്ത് രസാ നിന്റെ ആയ് രണ്ട് പൊന്മാൻ വന്നു. വിളിച്ചതാണോ? രണ്ട് പൊന്മാൻ വന്നു. വിളിച്ചതായിരുന്നു. ആ എണാനെ വിളിക്കുന്നതാ. രണ്ട് പൊന്മാൻ. ഇത് കൊറേ നേരം ഇത് ഇവിടെ ഇരിക്കണു, തപസ്സിരിക്കണ പോലെ പൊന്മാൻ. മീൻ പിടിക്കാനായിട്ടേ കിണറ്റിലെത്താ. നമ്മുടെ ആ ഫ്ലാറ്റിന്റെ മുകളില് ഭയങ്കര മഴക്കാരായി കണ്ടാ. നോക്കിയേ ആ സരിത വിളിക്കണ്ടേ കൂട്ടാൻ കാച്ചാറായിന്ന്. അപ്പൊ നമുക്ക് വേഗം കൂട്ടാൻ കാച്ചിട്ട് ചോറിനാ. ഒരു പണ്ടത്തെ ചാറ് കൂട്ടാൻ കൂട്ടിയിട്ട് ചോറിനാനായിട്ട് ഇരുമ്പമ്പളി കൂട്ടിയിട്ട് ചോറിനാനായിട്ട് കൊതിയായി തുടങ്ങി. ആർക്ക് കൊതി? എനിക്ക്. അല്ലാണ്ട് ഞാൻ നിങ്ങളുടെ കാര്യം തന്നെ പറയുന്നത്. ജഗ്ഗു ചോറുണ്ട് കഴിഞ്ഞാ? ജഗ്ഗുവിൻ്റെ ഇടയിൽ പോയി ചോറുണ്ട്, സാമ്പാർ കൂട്ടാൻ കൂട്ടിയിട്ട്. നമ്മുടെ കൂട്ടാൻ കണ്ട തിളച്ച് ഒരു പരുവായിട്ടാ. ഇനി ഇത് വല്ലാണ്ട് വറ്റിക്കണില്ല. പിന്നെ മുകളിൽ വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞു. അപ്പൊ നമ്മളിത് ഇറക്കാൻ പോവാട്ടാ. ചൂടായി വെളിച്ചെണ്ണ ഒഴിക്കുന്നു കേട്ടാ. ഉള്ളി അരിഞ്ഞിടുന്നു, ഇളക്കണു. നാൽപ്പത്തഞ്ചും 50 ഡിഗ്രി ചൂടില് വിദേശത്ത് മറ്റേ ഗൾഫ് നാടുകളിൽ ഇരിക്കുന്ന പ്രവാസികൾക്ക് ഞങ്ങൾ ഇത് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. നല്ല രസം. ഇടയ്ക്ക് കാറ്റ് വരുമ്പോഴേ ഭയങ്കര രസല്ലേ. ആ തൂളലടിക്കുമ്പോഴുള്ള രസം കണ്ട. ആ ആയി. അപ്പോൾ നമ്മുടെ കൂട്ടാൻ എടുക്കാണ്. ഇത് ചോറിലേക്ക് ഒരു പപ്പടം ഉണ്ട് കേട്ടോ നമ്മുടെ കയ്യിൽ. ആ പപ്പടം തണുത്തു കണ്ട തണുത്തു. പിന്നെ അതൊന്നൊരു രസം. അപ്പോൾ നമ്മൾ എടുക്കട്ടെ ഇതിന്ന്. ആ ചേട്ടൻ വേഗം ഉണ്ട്, വീഡിയോ എടുക്കലായിട്ടാണ് എനിക്ക് പോയി ചോറിന്. അയ്യോ എനിക്കൊരു 4 കഷ്ണം വേണം. സറപറേ എന്നുള്ള കൂട്ടാനാ കണ്ട. എനിക്ക് സൊറവെള്ളം പോലത്തെ കൂട്ടാൻ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള സാധനമാണിത്. അമ്മയ്ക്കും പിന്നെ ചെറിയേട്ടനും നല്ല ചേട്ടനാന്ന് തോന്നൂല്ലേ ഇങ്ങനെ. കുറെ പേർക്ക് ഇഷ്ടമുണ്ട് ഇത്. വെള്ളം പോലെ കാറ്റടി വന്നപ്പോഴേ അച്ഛന് പക്ഷെ നല്ല കട്ടി വേണം കൂട്ടാൻ. നല്ല മുറിച്ച അങ്ങനെ വെട്ടിയാ മുറിയാത്തത്. ആ അങ്ങനെ വേണം. നല്ല കട്ടിയിൽ നാളികേരപ്പാലൊക്കെ ചേർത്തിട്ടാണ് അച്ഛന്. അതുപോലെ തന്നെ ചേട്ടനും ഇഷ്ടം. അതും എനിക്ക് ഇഷ്ടമാട്ടോ. പക്ഷെ എനിക്ക് ഇത് ഇരുമ്പുള്ളി ഇടണ കൂട്ടാൻ ഇങ്ങനെ ഇത്തിരി വെള്ളം പോലുള്ള രസം. അപ്പോളേ മഴ ഭയങ്കരമായിട്ട് പെയ്താൽ കാറ്റടി തൂളല് വന്നു. കാറ്റടി ഭയങ്കര തൂളല് അല്ല ഇവിടെയൊക്കെ എന്നിട്ടാണ് ഇല്ല അവിടെയൊക്കെ വെള്ളത്തിൻ്റെ ഒരു നനവ് വന്നു. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഉരുള സരിതിക്ക് കൊടുക്കാം. ചേട്ടാ കഴിച്ചോ? അല്ല നീ കഴിച്ചോ? പപ്പടണ്ട് അടിപൊളിയാവട്ടെ. ഭയങ്കര സടാ. ഇരുമ്പമ്പുളിക്ക് ഇത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ട് ഈ സമയത്ത്. അതിലേക്ക് പിന്നെ പപ്പടം ഇങ്ങനത്തെ ഒരു ത്രില്ലില്ലേ. ത്രില്ലില്ല തന്നെ.
മീൻ നോട്ടെ. അത് നീ എടുത്തില്ലേ? മീനൊക്കെ കുറെ കഴിയുമ്പോഴാണ് ഇതിലേക്ക് മസാല പിടിക്കില്ല. മസാല പിടിക്കില്ല. രസമുണ്ട്. മറ്റേ മുള്ള വേണമെങ്കിൽ എന്തിലുണ്ടായേ മടിയിലേക്ക് വീണ മുള്ള 3-4 എണ്ണം വറുത്തായിരുന്നു അല്ലേ പച്ച. അത് കുഴപ്പമില്ല. മീൻ നല്ല രസമാണ്. രസമുണ്ടല്ലേ? അയില നമ്മൾ ഇവിടുന്ന് വാങ്ങിക്കണ അയിലയാണെങ്കിൽ ഇത്തിരി രസം ഉണ്ടായിരുന്നു. കൂട്ടല്ലൂരിന്ന് വാങ്ങിക്കില്ലേ? പഴക്കുണ്ടാവില്ല ഏക്കൊക്കെ. കൂട്ടല്ലൂരിന്ന് വാങ്ങിക്കണ മീൻ എന്ന് പറഞ്ഞ മത്സ്യഫെഡിന്നല്ലേ, അവിടെ നിന്ന് വാങ്ങിക്കണ മീൻ എന്ന് പറയുമ്പോഴേ നമ്മൾ വീട്ടിൽ വന്ന് നന്നാക്കുമ്പോൾ ശരിക്കും ചോരയൊക്കെ വരും. നല്ല ഫ്രഷ് മീനായിരിക്കും. അതേസമയം മറ്റേത് ഐസ് ഇട്ടിട്ടുള്ളത് അവിടെ കിട്ടാണ്ട് മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചെന്ന്. ഇതാണെങ്കിൽ മീൻ നോക്കി ഇരുന്നിരുന്ന് ഇരുമ്പുള്ളി പോയി തുടങ്ങി. എനിക്കാണെങ്കിൽ ഇരുമ്പുള്ളി ഇട്ട് മീൻ കൂട്ടാൻ കഴിച്ചേ പറ്റൂ. കഴിഞ്ഞു. അപ്പോൾ ജഗ്ഗു ഷൂട്ട് ചെയ്യുന്ന കേട്ടോ, നിധിമ നിർത്തിയ. അപ്പോൾ തൃശ്ശൂർക്കാരെ ഈ അടിപൊളി കൂട്ടാൻ നിങ്ങൾ വെച്ച് നോക്കിയോ കേട്ടാ. നാളെ പല്ല് നേരെ വെച്ചാൽ മതി കേട്ടോ. തുടക്കം വെള്ളം ഒഴിച്ച് വെച്ചില്ല, അത് ചെയ്യണ്ട കേട്ടാ. നാളെ പല്ല് തന്നെ നേരെ വെച്ചോ. ഇരുമ്പം പൊടി കിട്ടുന്നവർ കേട്ടാ. അപ്പോൾ നമുക്ക് നിർത്താം. അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.